ഞാൻ കമർബാൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏറെ ഔഷധ ഗുണമുള്ള ഒരു ചെമ്പരത്തി ചായ ആയാലോ? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്പരത്തി ചായയാണ്. നമ്മൾ കുറേ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു കട്ടൻ ചായ കുടിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഉഷാറൊക്കെ തോന്നും. പക്ഷേ ഈ ചെമ്പരത്തി കൊണ്ടുള്ള ചായ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും നമ്മുടെ ക്ഷീണമെല്ലാം മാറി നമുക്ക് നല്ലൊരു സുഖം തോന്നും. പിന്നെ നമുക്ക് കട്ടൻ കുടിക്കാനേ തോന്നത്തില്ല ഇത് കുടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല ചെമ്പരത്തിയിൽ ഒരുപാട് നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. ചെമ്പരത്തിയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ത്വക്ക് ക്യാൻസറിനെ തടുക്കാൻ കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. ആർത്തവസംബന്ധമായ കാര്യങ്ങൾക്ക് ചെമ്പരത്തി നല്ലതാണെന്ന് പറയുന്നു. പണ്ട് ചെറുപ്പകാലത്തിലൊക്കെ എൻ്റെ ഉമ്മയൊക്കെ ചെമ്പരത്തി അരച്ച് കുറുക്കിയൊക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെമ്പരത്തിയുടെ ഗുണങ്ങൾ എന്താണെന്നോ ചെമ്പരത്തി എന്തിനാണ് കഴിക്കുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ചെമ്പരത്തി നല്ലതാണ്. പിന്നെ കരൾ രോഗങ്ങൾ ചെറുക്കുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ അത് ഇല്ലാതാക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഈ ചെമ്പരത്തിപ്പൂ നമ്മുടെ തൊടിയിലും മുറ്റത്തൊക്കെ വെറുതെ ഒന്നുമില്ലാതെ കണ്ട് കേടായി പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് പറിച്ചെടുത്തുകൊണ്ട് നമുക്കൊരു ചായ ഉണ്ടാക്കി നോക്കിയാലോ? ഞാനിന്ന് ചെമ്പരത്തി പൂ കൊണ്ടുള്ള ഒരു ചായയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് എനിക്കൊരു 3-4 പൂക്കളും കൂടെ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചെമ്പരത്തി പൂ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ റോസാപ്പൂവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ റോസാപ്പൂവും ചെമ്പരത്തി പൂവും കൊണ്ട് ഒരു ചായ എന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 10 ചെമ്പരത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 റോസാപ്പൂക്കളും, ഒരു റോസ് കളറിൽ ഒരു 2 എണ്ണം, പിന്നെ ഒരു ചുമന്നത് ഒരു 2 എണ്ണം, എത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു നാരങ്ങ, ആവശ്യത്തിന് പഞ്ചസാര. സ്റ്റൗ ഓൺ ചെയ്യാം. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം തിളയ്ക്കാനായി വയ്ക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചെമ്പരത്തി പൂ ഒന്നൊന്നായി അടർത്തി കഴുകിയെടുക്കാം. ഇതൊരു ഏകദേശം ഒരു 10 ചെമ്പരത്തിയുണ്ട്. ഇത് ഒത്തിരി ടേസ്റ്റുള്ള ഒരു ചായ. എൻ്റെ മോക്കും എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ചായ അത്. ഇപ്പോൾ നമ്മൾ ആ 10 ചെമ്പരത്തിയുടെയും ഇതളുകൾ ഒന്നൊന്നായി അടർത്തി കഴുകാനായി വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതുപോലെ ഒരു ജഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി പൂവ് കഴുകി വെള്ളം കുറച്ചൊന്ന് മാറ്റിയിട്ട് ഈ ജഗ്ഗിലേക്ക് നമുക്ക് വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ 4 റോസാപ്പൂക്കളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പെറ്റൽസ് ഞാനിങ്ങനെ അടർത്തി എടുക്കുകയാണ്. ഈ റോസ് ചേർക്കുമ്പോൾ നമുക്കൊരു നല്ല ചായക്ക് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും കിട്ടും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചായയാണിത്. നമ്മൾ ആ റോസിൻ്റെ ആ ഇതളുകളും കഴുകി ഈ ജഗ്ഗിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ആ പൂക്കൾ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പെറ്റൽസിൻ്റെ മുകളിലായി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളിങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുറച്ചൊന്ന് താഴ്ത്തി കൊടുക്കാം. ആ റോസിൻ്റെ പെറ്റൽസ് അങ്ങ് താഴെ പോകുന്നതായിരിക്കും നല്ലത്. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്പരത്തിയുടെയും ഈ റോസായുടെയും പൂക്കൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് മാറ്റാം. ആ ഫുള്ള് സത്ത് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ചെമ്പരത്തിയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഫുള്ള് സത്തും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു വയലറ്റ് കളറിലുള്ള ഒരു ചായയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് വീഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു റെഡ് കളറിലുള്ള ഒരു ചായയായി മാറി. നാരങ്ങ ഞാൻ ഒന്നും ഫുള്ള് വിത്തിയിട്ടില്ല, ഒരു 3/4 നാരങ്ങയെ വിത്തിയിട്ടുള്ളൂ. അപ്പം ഒന്ന് ഫുള്ള് വിത്തുമ്പം ചിലപ്പം പുളി കൂടുതലായിരിക്കും. ഇനി ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. പഞ്ചസാര ഇട്ടില്ലെങ്കിൽ പോലും ഇത് നല്ല രസമാണ് കുടിക്കാൻ. ഡയബറ്റീസൊക്കെ ഉള്ള ആൾക്കാർ പഞ്ചസാര ചേർക്കണമെന്നില്ല. പഞ്ചസാര ചേർക്കാതെയും കണ്ടും ഇത് കുടിക്കാവുന്നതാണ്. അപ്പം നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്. ചായ നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 കപ്പ് ചായ ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് 2-3 പെറ്റൽസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിന ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് പുതിന ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഈ ഉണ്ടാക്കിയ ചായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.